ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ഉന്നക്കായാണ്. 1 ടേബിൾ സ്പൂണിൽ എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് ഞാൻ ഒരു പഴുത്ത പഴം എടുത്ത് ആവി കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ പെട്ടെന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടി ഞാനൊരു പരന്ന പാത്രത്തിൻ്റെ ചുവട് വെച്ച് നന്നായിട്ട് അതിനെ കട്ട കെട്ടാതെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു 1/4 ടീസ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്നും കൂടെ കുഴച്ച് മാറ്റി വയ്ക്കണം. ഈ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കണം. ഇതൊന്ന് ചിക്കി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ഇട്ടൊന്ന് അത് പച്ചമണം മറന്നൊരു ചിക്കി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കുറച്ച് പഴത്തിൻ്റെ കൂട്ടെടുത്ത് ഒന്ന് കുഴച്ച് കൈകൊണ്ട് ഒന്ന് ചെറിയൊരു കുഴിമാതിരി ഉണ്ടാക്കി നമുക്ക് ഈ ഫില്ലിങ്സ് മുട്ടയും തേങ്ങയും കൂടെ ഉള്ള ഫില്ലിങ്സ് ഇതിൽ നിറയ്ക്കണം. ഇതുപോലെ ചെറിയൊരു ഹോൾ മാതിരി ചെറിയൊരു കുഴിമാതിരി ഉണ്ടാക്കി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പിടിച്ച് ഉന്നക്കായുടെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഓരോ ഉന്നക്കായ നമുക്ക് ഷേപ്പാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണ് എണ്ണ ഞാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ച ഉന്നക്കായ ഇട്ട് തിരിച്ചും മറിച്ചും ലോ ഫ്ലെയിമിലിട്ട് വേണം തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ ഓരോ സൈഡ് ചുമന്ന് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടായിരുന്നു നമുക്ക് ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും 1 ടേബിൾ സ്പൂണിൽ ഉന്നക്കായ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. താങ്ക്